ശ്രീ എ എം ആരിഫ്, സംസ്ഥാനം ഭരിച്ച സമയത്ത്, ഇടതുമുന്നണി സർക്കാർ ഉണ്ടായിരുന്ന സമയത്തും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് പ്രതിപക്ഷത്തായിരുന്ന UDF അല്ലെങ്കിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നത് സംസ്ഥാന നികുതി കുറയ്ക്കണം, അങ്ങനെ ജനങ്ങളുടെ ഈ മേലുള്ള ഈ ഭാരം കുറയ്ക്കാൻ സർക്കാർ തയ്യാറാകണം എന്നതായിരുന്നു. ഇത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു FB പോസ്റ്റും ഇട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം ശ്രീ എ എം ആരിഫ്, ഇപ്പോൾ ഈ ഇന്ധന വില വർധനവുമായി ബന്ധപ്പെട്ട നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന പ്രതിഷേധ സമരങ്ങളുണ്ടല്ലോ, അത് ആർക്കെതിരെയാണ്? അത് രണ്ട് സർക്കാർക്കുമെതിരെയാണ്. അതിനെ സംബന്ധിച്ച് ഞാൻ പിന്നെ പറയാം. ബഹുമാനായ ശ്രീ പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ ചർച്ചയിൽ 2001 കുറവിനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്തായിരുന്നു 2001 സിറ്റുവേഷൻ? പോസ്റ്റ് പാൻഡമിക് ഗ്ലോബൽ സിറ്റുവേഷനാണ്. കോവിഡാനന്തര കാലഘട്ടത്തിലെ കുറവിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത്. ലോകം മുഴുവൻ ഷട്ട് ഡൗണിലായിരുന്നു. ലോകത്തിൻ്റെ മുഴുവൻ മാർക്കറ്റും അല്ലാതെ സ്തംഭിച്ച് നിൽക്കുന്ന ഘട്ടമായിരുന്നു. എല്ലാ പ്രൊഡക്ഷനും നിലച്ചിരുന്ന ഘട്ടമായിരുന്നു. ആ സന്ദർഭത്തിൽ ക്രൂഡ് വില ക്രമാതീതമായി, അതായത് വളരെ ചീപ്പ് റേറ്റിലേക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ വന്നപ്പോൾ കുറച്ച കാര്യമാണ് ഈ പറഞ്ഞ അദ്ദേഹം ഇതിനിടയിൽ വരുത്തിയ ഒരു മാറ്റത്തെക്കുറിച്ച് സംബന്ധിച്ച് അദ്ദേഹം അഭിമാനം കൊള്ളുന്നത്. അത് ആക്ച്വലി നമ്മൾ അന്ന് ഈ പോസ്റ്റ് ഗ്ലോബൽ സിറ്റുവേഷൻ, പാൻഡമിക് സിറ്റുവേഷനെ അതിജീവിക്കുന്നതിന് വേണ്ടി നമ്മൾ ഡിക്ലെയർ ചെയ്ത 20 ലക്ഷം കോടി രൂപയുടെ ഇതുണ്ട് ബഡ്ജറ്റ്. ഞാനന്ന് പാർലമെൻറ്റിലുള്ള സമയം അതുകൊണ്ടാണ് ഓർക്കുന്നത്. 20 ലക്ഷം കോടി രൂപയുടെ വിവിധ പാക്കേജുകൾ പ്രഖ്യാപിച്ചപ്പോൾ ആ പാക്കേജുകളൊന്നും തന്നെ ഫലവത്തായി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അത് പ്രഖ്യാപിക്കപ്പെട്ട സാമ്പത്തിക ഇളവുകൾ പലതും അനുവദിക്കപ്പെടാത്തതിൻ്റെ ഫലമായി നിരവധി മേഖലകളിൽ ഉണ്ടായ സ്തംഭനാവസ്ഥയിൽ നിന്ന് രാജ്യം ഇപ്പോഴും മുക്തി നേടിയിട്ടില്ല, റിക്കവർ ചെയ്തിട്ടില്ല എന്നാണ് വളരെ റീസെൻ്റായിട്ടുള്ള എക്കണോമിക് സ്റ്റഡീസ് എല്ലാം പറയുന്നത്. അതിൽ നിന്ന് അടച്ചിട്ട ഷട്ട് ഡൗൺ, കോവിഡ് കാലാനന്തര സമയത്ത് ഉണ്ടായിരുന്ന ചെറുകിട ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങൾ, കടമെടുത്തവ, കടം തിരിച്ചടയ്ക്കാനാവാത്തവ, പലിശ അടയ്ക്കാനാവാത്തവ, മാർക്കറ്റിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയവ, അത് നിമിത്തം നമ്മുടെ രാജ്യത്തിനുണ്ടായ നഷ്ടത്തിൽ നിന്ന് ഇതുവരെ കരകയറാനോ അവരെ സഹായിക്കാൻ ഫലപ്രദമായ രീതിയിൽ ഡിക്ലെയർ ചെയ്ത സഹായം പോലും കൊടുത്ത് അവരെ സംരക്ഷിക്കാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. വൻകിട കുത്തകകൾ അവർ മാർക്കറ്റിൻ്റെ ഭാഗമായി അവർ പിടിച്ചു നിന്നു. ചെറിയ തോതിലുള്ള എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ മതിയല്ലോ. അന്ന് നടന്നിരുന്ന നമ്മുടെ എത്രയോ സ്ഥാപനങ്ങൾ തകർന്നു പോയി, സ്വന്തം നിലയിൽ പിടിച്ചു നിൽക്കാൻ മാർഗ്ഗമില്ലാതെ. നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെ എത്രയോ സ്ഥാപനങ്ങൾ തകർന്നു പോയി. എനിക്കറിയാവുന്ന എത്രയോ സ്ഥാപനങ്ങൾ എൻ്റെ മണ്ഡലത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതെല്ലാം അദ്ദേഹം പറഞ്ഞത് അന്നത്തെ കുറവിനെ സംബന്ധിച്ച് അദ്ദേഹം അഭിമാനം കൊള്ളുന്നത് ശരിയല്ല, അത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. അതൊരു അന്നത്തെ ലോക സാഹചര്യങ്ങളെയാണ് ഇതിന് നിർബന്ധിക്കപ്പെട്ടത് എന്ന് അങ്ങ് മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോട് വിനീതമായി പറയാനുള്ള ഒരു കാര്യം. രണ്ടാമത്തെ സിറ്റുവേഷൻ, നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റിൽ പലവട്ടം ഇതിനെ സംബന്ധിച്ചൊരു ചർച്ച നടന്നപ്പോൾ എൻ്റെ ഒരു സഹപ്രവർത്തകൻ പാർലമെൻറ്റിൽ പറഞ്ഞത് എല്ലാ മാസവും ഇലക്ഷൻ വെക്കാൻ വല്ല മാർഗമുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചർച്ച കൺക്ലൂഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എല്ലാ മാസവും ഈ രാജ്യത്ത് എവിടെയെങ്കിലുമൊക്കെ ഇലക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ വില കൂടാതെ പിടിച്ചു നിർത്താൻ പറ്റും. ഇപ്പം നമ്മൾ ഗ്ലോബൽ സിറ്റുവേഷനും ഈ വാർ സിറ്റുവേഷനും അതുപോലെ തന്നെ നിയന്ത്രണങ്ങളും ക്രൂഡിൻ്റെ വില കൂടിയതും എല്ലാമായ സാഹചര്യങ്ങൾ മാസങ്ങളായി നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ പോലും ഒരു വില കൂടാതെ സൂക്ഷിക്കാൻ 4-5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കാരണം ഇന്ത്യ ഗവൺമെൻറ് അവർ സ്വതന്ത്രമായി നമ്മുടെ ഓയിൽ പൂൾ അക്കൗണ്ടിൻ്റെ ഭാഗമായി അവർ സ്വതന്ത്രമായി വിലനിർണ്ണയ അധികാരം നടത്തുകയാണ്. ഗവൺമെൻറ്റിനൊന്നും ഒരു റോളുമില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് എന്നുള്ളതല്ലേ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പൈസ വില കൂട്ടാതിരുന്നത്. എന്തായാലും ശരി, കൂട്ടിയത് മാത്രമല്ല മാർച്ച് മാസത്തിൽ കുറച്ചതിനെക്കുറിച്ചും അദ്ദേഹം അഭിമാനം കൊള്ളുകയാണ്. അതായത് മാർച്ച് ഏപ്രിൽ മാസം ഇലക്ഷൻ മാസങ്ങളായതുകൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകാതെ സൂക്ഷിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു, തങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ എത്ര കൂട്ടിയാലും അന്നുണ്ടായിരുന്ന നഷ്ടം കൂടി നികത്തിക്കൊണ്ട് നമ്മുടെ വലിയ തോതിലുള്ള കൊള്ള യഥാർത്ഥത്തിൽ നടക്കുകയാണ്. ആ കൊള്ള സെൻട്രൽ ഗവൺമെൻറ്റിന് അവരുടെ നികുതി ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ 19 രൂപ 90 പൈസയുടെ കാര്യത്തിൽ അവർക്ക് ഇത്ര ഒരു പാൻഡമിക് സിറ്റുവേഷൻ, ഇതിപ്പോൾ ഒരു പ്രത്യേകമായ ഒരു സിറ്റുവേഷനാണ്, ഒരു ഗ്ലോബൽ സിറ്റുവേഷനാണ്. ആ ഗ്ലോബൽ സിറ്റുവേഷനെ അഡ്രസ്സ് ചെയ്യാൻ പരമാവധി മാർച്ച് മാസത്തിൽ കുറച്ചതിനെ പോലെയല്ല, കുറയ്ക്കണം. സെൻട്രൽ ഇന്ത്യ ഗവൺമെൻറ് ഈടാക്കുന്ന 3 നികുതികൾ കൂടി ചേർന്ന് ഈടാക്കുന്ന നികുതിനെ ഇന്ത്യ സർക്കാർ വിഡ്രോ ചെയ്യണം.
സ്റ്റേറ്റ് ഗവൺമെന്റുകളും അതുപോലെ തന്നെ ചെയ്യണം. അല്ല, ശ്രീ എ. മാരിഫ്, ഇപ്പോൾ ഇടതുമുന്നണി ഇപ്പോൾ ഭരണമൊഴിഞ്ഞ് ഏതാനും മാസങ്ങളല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഭരണത്തിലിരുന്നപ്പോൾ ചെയ്യാത്തൊരു കാര്യമാണല്ലോ ഇപ്പോൾ നിങ്ങൾ സംസ്ഥാന സർക്കാരിനോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. പറയട്ടെ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യൂ. LDF എല്ലാ ഹൈക്കിനും കൂട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യൂ. പല ഘട്ടങ്ങളിൽ, അതായത് 3 തവണ LDF ഈ സെൻട്രൽ പെട്രോൾ നികുതി പെട്രോളിൻ്റെ വില ഇന്ത്യ സർക്കാർ വർദ്ധിപ്പിച്ചപ്പോൾ അതിനനുസരിച്ച് വിലവർദ്ധനവ് വരുത്താതെ നമ്മൾ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്, വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. 3 തവണ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് LDFൻ്റെ ഭരണകാലത്ത്. അത് നോക്കൂ, നിങ്ങൾ ചെക്ക് ചെയ്യൂ, നമുക്ക് ചെക്ക് ചെയ്തിട്ട് പറയൂ. അത് എല്ലായ്പ്പോഴും കൂട്ടിയത്. പക്ഷേ നമ്മൾ കേരളം പോലുള്ളൊരു സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന നമുക്കുള്ള ടാക്സ് ഡെഫിസിറ്റ് ഉണ്ട്, നമുക്കുള്ള എക്സ്പെൻസ്, നമ്മൾ വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാണത്തിൽ നമ്മൾ കിടക്കാൻ. പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ, അത് ഈ വലിയ തോതിലുള്ള നാഷണൽ ഹൈവേ അതുപോലുള്ള കാര്യങ്ങളുടെ നിർമ്മാണത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താ, നാഷണൽ ഹൈവേ നിർമ്മാണത്തിൽ ചെയ്യുന്ന പ്രക്രിയ എന്താണ് എന്ന് ഓരോ കോൺട്രാക്റ്റിംഗ് കമ്പനികൾക്ക് അവർക്ക് ഭാവിയിൽ ഇവിടുന്ന് ടോൾ പിരിച്ച് എടുക്കാൻ കഴിയത്തക്ക രൂപത്തിൽ പിരിച്ചെടുക്കുന്ന ടോളിൻ്റെ എമൗണ്ട് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള സിസ്റ്റം വഴിയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പൂളിൽ നിന്ന് ഈ നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര പെർസെൻറ്റേജ് വരുന്നുണ്ടോ നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഇത് മുഴുവൻ നമ്മുടെ ഇടയിൽ നിന്ന് കോടാനുകോടി രൂപ ടോൾ പിരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് കണക്കാക്കിയാണ് കമ്പനികൾ ഇത് എടുക്കുന്നത്, അതിൻ്റെ കൂടെ കണക്കാക്കിയാണ് ഇത് എടുക്കുന്നത്. അല്ലാതെ നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ സത്യത്തിൽ എങ്ങനെയാണ് ചെലവഴിക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇനിയും ഇതിവിടെ ധാരാളം കമ്പനികൾ റെഡിയാണ് എത്ര ഹൈവേ പണിയാനും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോൾ പിരിവിലൂടെ പൈസ ഈടാക്കിയെടുക്കാൻ കഴിയും. ആ ഈടാക്കിയെടുക്കാൻ കഴിയുന്ന മെക്കാനിസമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഓരോന്നിലും അവർക്ക് എത്ര രൂപ ഓരോ കോൺട്രാക്റ്റിംഗ് കമ്പനികൾക്ക് ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കും നോക്കൂ. ഇതെല്ലാം നമ്മളവിടെ പാർലമെൻറ്റിലുണ്ടായിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങളിപ്പോൾ പ്രാദേശികമായി ഓരോ തവണയും അവിടെ എലിവേറ്റഡ് ഹൈവേ വേണം, ഇവിടെ അണ്ടർപാസ് വേണം, അവിടെ ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ജനപ്രതികളായ ഞങ്ങൾ പ്രഷർ വരുമ്പോൾ ചെല്ലുമ്പോഴത്തേക്ക് കോൺട്രാക്റ്റിംഗ് കമ്പനികൾ പറയുന്നത് ഞങ്ങൾക്ക് ലോൺ കൂട്ടിത്തരാൻ പറ, ഞങ്ങൾക്ക് എമൗണ്ട് കൂട്ടിത്തരാൻ പറ, അപ്പോൾ ഞങ്ങൾ ചെയ്തു തരാം. ഇതാണ് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ലോൺ എമൗണ്ടിൽ തന്നെ വർക്ക് നടക്കുകയും ചെയ്യും, അത് കഴിഞ്ഞ് ടോൾ പിരിച്ച് ഇത് പരിഹരിക്കപ്പെടുകയും ചെയ്യും. ശരി, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അങ്ങനെ ടോൾ ഇപ്പോൾ സിസ്റ്റം ഇല്ല, കേരളത്തിൽ അങ്ങനെ ഇല്ല. അപ്പം ഞാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തുന്ന നമ്മളിപ്പോൾ അഡീഷണൽ എക്സ്ട്രാ ബഡ്ജറ്റ് വഴിയാണ് നമ്മൾ കിഫ്ബി പോലുള്ള മെക്കാനിസം വഴിയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ തന്നെ നമുക്ക് കിട്ടുന്ന ടാക്സിൻ്റെ വലിയൊരു എമൗണ്ട് അങ്ങോട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് കിഫ്ബിയിലേക്ക് വരുമാനം കൊണ്ടുവന്നത്. കിഫ്ബി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ഒരു എക്സ്ട്രാ ബഡ്ജറ്റ് ഒരു സ്ഥാപനത്തെ നമ്മൾ അത് കടക്കണിയിലേക്ക് പോകാതെ സംരക്ഷിച്ച് നിർത്തിയത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹം പറയുന്ന കണക്കുകൾ ശരിയല്ല. നമ്മൾ ഇന്നത്തെ നിലയിൽ ഈ വേൾഡ് എക്കണോമിക് സിറ്റുവേഷനിൽ, വേൾഡ് വാർ സിറ്റുവേഷനിൽ അതിനെ അതിജീവിക്കാൻ വേണ്ടി സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരു പ്രത്യേകമായ രീതിയിൽ എടുക്കണം. ഇല്ലെങ്കിൽ ഇതിന്റെ ഇമ്പാക്ട് ചെറുതാണോ? കിഫ്ബിയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വേറെ തന്നെ. കിഫ്ബി ഒരു എക്സ്ട്രാ ബഡ്ജറ്ററി സംവിധാനം എന്ന നിലയിൽ അതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് താങ്കൾ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങളും ഒരു ഭാഗത്തുണ്ട്. അത് നമുക്ക് വേറെ തന്നെ ചർച്ച ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.